Hi friends, എല്ലാവർക്കും എൻ്റെ നഴ്സിംഗ് ആസ്പിറൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് സീരീസിന്റെ മൂന്നാമത്തെ ദിവസമാണെന്ന്. കഴിഞ്ഞ രണ്ട് പാർട്സ് കാണാത്തവര് ഡേ 1 ഡേ 2 കാണാത്തവര് അത് കാണണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ടോപ്പിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ എക്സാം റിലേറ്റഡ് പോയിന്റ്സ് മാത്രം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്സ് മാത്രമായിട്ടാണ് അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഒപ്പം നിങ്ങളൊരു നോട്ട്സ് കൂടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ DME എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നാളെ മുതലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഈ മാസം 18-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പൊ ഞാൻ എന്താ അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കമന്റ്സോ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിന്റെ ക്ലാസ്സോ എന്തെങ്കിലും വേണമെങ്കിൽ അത് കമന്റ്സിൽ എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ എക്സാം പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്നാൽ പഠിക്കാൻ ഇത്തിരി പാടുള്ളതുമായുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്കെൽറ്റൻ സിസ്റ്റം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ മസിൽസിന്റെ നെയിം പഠിക്കാൻ വളരെ ഇച്ചിരി ഒന്ന് പാടാണ്. ഒരുവിധം കുട്ടികൾക്കും ഇത്തിരി പാടാണ് അല്ലെ. അപ്പൊ അതിൽ സ്പെഷ്യൽ നെയിംസിലുള്ള മസിൽസ് പഠിക്കാൻ അതിനേക്കാളേറെ പാടാണ്, ഇത്തിരി കഷ്ടപ്പാടാണ്. അപ്പോൾ ആ സ്പെഷ്യൽ നെയിംസ് ഉള്ള മസിൽസ് എല്ലാം അത് ഓരോന്നും എന്താണെന്നും ആ മസിൽസ് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് കാണുന്നു എന്നുള്ളതുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് നെയിം ബോക്സേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നത് ഏത് മസിലാണ്? ബോക്സേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നത് സെറേറ്റസ് ആന്റീരിയർ ആണ്. ഇനി നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സെറേറ്റസ് ആന്റീരിയർ എന്ന് പറയുന്നത് എവിടെയാണ് കേട്ടോ. സെറേറ്റസ് ആന്റീരിയർ പോയിന്റ് ചെയ്ത് കാണിക്കാം. സെറേറ്റസ് ആന്റീരിയർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്താണ്. അതിനെയാണ് ബോക്സേഴ്സ് മസിൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി മസിൽ ഓഫ് മാരേജ് എന്നറിയപ്പെടുന്നത്, അപ്പൊ ഈ ഓരോന്നിനും ഈ ഒരു പേര് വരുന്നതിന് ഓരോരോ കാരണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം പഠിക്കുക. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ഏത് മസിലാണ്, അതിന്റെ ഒന്ന് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. മാരേജ് ഓഫ് മസിൽ എന്ന് പറയുന്നത് മീഡിയൽ റെക്ടസ് ആണ്. മീഡിയൽ റെക്ടസ് ആണ്. അപ്പൊ ഇത് രണ്ട് മസിൽ ഒരുമിച്ച് പഠിക്കാം. മസിൽ ഓഫ് മാരേജ് എന്ന് പറയുന്നത് മീഡിയൽ റെക്ടസും മസിൽ ഓഫ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ലാറ്ററൽ റെക്ടസും ആണ്. അപ്പൊ അത് ഏതാണെന്നുള്ളത് ഞാൻ ഈ പിക്ചർ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, കണ്ണിന്റെ ഐയുടെ പുറമെ വരുന്ന മസിൽസിലാണ് ഇത് ലാറ്ററൽ റെക്ടസും മീഡിയൽ റെക്ടസും. അപ്പൊ കണ്ടല്ലോ അല്ലെ, മസിലിന്റെ ലൊക്കേഷൻ മനസ്സിലായല്ലോ. ഓക്കെ, മസിൽ ഓഫ് മാരേജ് എന്നറിയപ്പെടുന്നത് മീഡിയൽ റെക്ടസും മസിൽ ഓഫ് ഡിവോഴ്സ് എന്നറിയപ്പെടുന്നത് ലാറ്ററൽ റെക്ടസും ആണ്. ഓക്കെ, ഇനി അടുത്ത മസിൽ ഓഫ് ഹണിമൂൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? മസിൽ ഓഫ് ഹണിമൂൺ എന്നറിയപ്പെടുന്നത് സാർട്ടോറിയസ് മസിലാണ്. സാർട്ടോറിയസ് മസിൽ എവിടെയാണ് കാണുന്നത്? നമ്മുടെ തൈ റീജിയനിലാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, സാർട്ടോറിയസ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഈ വലിയ മസിലാണ്. ഇവിടെ മുതൽ തുടങ്ങി ഇതുവരെ കാണുന്ന ഈ വലിയ മസിലാണ് സാർട്ടോറിയസ് എന്ന് പറയുന്നത്. സാർട്ടോറിയസ് മസിലിന് തന്നെ 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മസിൽ ഓഫ് ഹണിമൂൺ എന്നറിയപ്പെടുന്നു, ടെയ്ലേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നു, ലോങ്സ്റ്റ് മസിൽ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ 3 പേരുകളിൽ അറിയപ്പെടുന്ന മസിലാണ് സാർട്ടോറിയസ് മസിൽ. നമ്മുടെ കയ്യിൽ കാണുന്ന വലിയ മസിലാണ് കേട്ടോ. ലോങ്സ്റ്റ് മസിലാണ്, ടെയ്ലേഴ്സ് മസിലാണ്, മസിൽ ഓഫ് ഹണിമൂൺ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സ്വിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ കയ്യിലുള്ള മസിലാണ്. പിക്ചർ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, നമ്മുടെ കയ്യില് ആമില് റേഡിയസും അൾനയും വന്ന് ചേരുന്ന ഈ ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ അതിനെയാണ് സ്വിംഗ് മസിൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ മസിലിനെയാണ് പ്രൊനേറ്റർ ക്വാഡ്രേറ്റസ് എന്നറിയപ്പെടുന്ന ഈ മസിലിനെയാണ് സ്വിംഗ് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണുന്നത് നമ്മുടെ ഫോറാമില് റേഡിയസ് ആൾനയുടെ എൻഡ് പോർഷന് ജസ്റ്റ് മുകളിലായിട്ടാണ് പ്രൊനാക്ടർ ക്വാഡ്രേറ്റസ് എന്നറിയപ്പെടുന്ന സ്വിംഗ് മസിൽ കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ലൊക്കേഷനുമായി ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഏതാണ്? ലാറ്റിസ്മസ് ഡോർസി ആണ്. ക്ലൈംബിംഗ് മസിൽ എന്നറിയപ്പെടുന്ന ലാറ്റിസ്മസ് ഡോർസി എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ള പിക്ചർ ഞാൻ അടുത്ത പിക്ചർ വരുമ്പോൾ പറയാം കേട്ടോ. ക്ലൈംബിംഗ് മസിൽ എന്നറിയപ്പെടുന്ന മസിൽ ഏതാണ്? ലാറ്റിസ്മസ്
ഡോർസി. ക്ലിയർ ആണല്ലോ. ബോക്സേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നത് സെറേറ്റസ് ആന്റീരിയർ ആണ്. മാരേജ് മസിൽ അല്ലെങ്കിൽ മസിൽ ഓഫ് മാരേജ് എന്നറിയപ്പെടുന്നത് മീഡിയൽ റെക്ടസ് ആണ്. മസിൽ ഓഫ് ഡിവോഴ്സ് എന്നറിയപ്പെടുന്നത് ലാറ്ററൽ റെക്ടസ് ആണ്. ഹണിമൂൺ മസിൽ ഓഫ് ഹണിമൂൺ ടൈലേഴ്സ് മസിൽ ലോങ്സ്റ്റ് മസിൽ എന്നറിയപ്പെടുന്നത് സാർട്ടോറിയസ് ആണ്. ലൊക്കേഷൻ നോക്കിക്കൊള്ളണം. സ്വിംഗ് മസിൽ എന്ന് പറയുന്നത് പ്രൊനേറ്റർ ക്വാഡ്രാറ്റസ് ആണ്. നമ്മുടെ ഫൊറാമിലുള്ള പ്രൊനേറ്റർ ക്വാഡ്രാറ്റസ് ആണ്. ഇനി ക്ലൈംബിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് ലാറ്റിസ്മസ് ഡോർസി. ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കണ്ടോ ലാറ്റിസ്മസ് ഡോർസി എന്ന് പറയുന്നത്. ഇവിടെ ഇച്ചിരി ക്ലിയർ അല്ല, കറക്റ്റ് വേറൊരു പിക്ചറിൽ ക്ലിയർ ആയിട്ടുണ്ട്. അത് അടുത്ത് വരുമ്പോൾ ഒന്നുകൂടി പറയാം കേട്ടോ. ലാറ്റിസ്മസ് ഡോർസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലൈംബിംഗ് മസിൽ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ മസിലാണ്, ലാറ്റിസ്മസ് ഡോർസി. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പിക്ചറിൽ നമ്മുടെ ലാറ്ററൽ റെക്ടസും മീഡിയൽ റെക്ടസും പ്രൊനേറ്റർ ക്വാഡ്രാറ്റസും പറഞ്ഞു. അതും ലൊക്കേഷൻ പഠിച്ചിരിക്കണം. ലൊക്കേഷൻ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ മസിലിന്റെ പേര് തന്നിട്ട് അത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വരുന്നു എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി മസിൽ ഓഫ് റേപ്പ് ഓർ ആന്റി റേപ്പ് മസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മസിൽ ഓഫ് റേപ്പ് ഓർ ആന്റി റേപ്പ് എന്നറിയപ്പെടുന്നത് ഏത് മസിലാണ്? അപ്പൊ അത് നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗ്രേസിലിസ്, ഗ്രേസിലിസ് എന്നറിയപ്പെടുന്നത് ഈ തൈയുടെ ഭാഗത്ത് ലാറ്ററലി കാണുന്ന ഈ മസിലാണ് ഗ്രേസിലിസ്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാസിലിസ്. ഗ്രേസിലിസ് എന്ന് പറയപ്പെടുന്നത് ആന്റി റേപ്പ് മസിൽ അല്ലെങ്കിൽ മസിൽ ഓഫ് റേപ്പ് മസിൽ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഗ്രേസിലിസ്, ഗ്രേസിലിസ് ഓർത്തിരിക്കാം. ലൊക്കേഷൻ ക്ലിയർ ആണല്ലോ. ഇനി മസിൽ ഓഫ് റേപ്പ് അല്ലെങ്കിൽ ആന്റി റേപ്പ് മസിൽ എന്നറിയപ്പെടുന്ന ഗ്രേസിലിസ് ആണ്. ഇനി നമ്മൾ രണ്ട് കളറിന്റെ പേര് രണ്ട് മസിൽ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മയോഗ്ലോബിന്റെ എമൗണ്ട്, നമ്മുടെ മസിലിലുള്ള മയോഗ്ലോബിന്റെ എമൗണ്ട് അനുസരിച്ചാണ് വൈറ്റ് മസിലും റെഡ് മസിലും എന്ന് പറയുന്നത്. അത് വെള്ള കളറിലും ചുമന്ന കളറിലും ഡാർക്ക് കളറിലും കാണുന്ന മസിലാണ്. അപ്പൊ ഇതിന്റെ വൈറ്റ് മസിൽ എന്ന് പറയുന്നത് എക്സ്ട്രാ ഒക്കുലാർ മസിൽസ് ആണ്, നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് ആണ്, എക്സ്ട്രാ ഒക്കുലാർ മസിൽസ് ആണ്. ഇനി റെഡ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കെൽറ്റൻ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്ന മസിൽസ് ആണ്. കോമൺലി അതിനെ പോസ്റ്റുറൽ മസിൽസ് എന്നാണ് പേര് പറയുന്നത് കേട്ടോ. അതിനെയാണ് റെഡ് മസിൽസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റ് മസിൽസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? എക്സ്ട്രാ ഒക്കുലാർ മസിൽസും. റെഡ് മസിൽ എന്നറിയപ്പെടുന്നത് പോസ്റ്റുറൽ മസിൽസും ആണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ട് ഇതിങ്ങനെ സിമിലർ ആയിട്ടുള്ള പേരുകൾ വെച്ച് ഒരുമിച്ച് പഠിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സ്പർട്ട് മസിൽ, സ്പർട്ട് മസിൽ എന്ന് പറയപ്പെടുന്നത് ബ്രേക്കിയാലിസും. ഷണ്ട് മസിൽ എന്നറിയപ്പെടുന്നത് ബ്രേക്കിയോ റേഡിയാലിസും ആണ്. അത് ക്ലിയർ ആണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഈ പിക്ചർ കണ്ടോ, ഇവിടെ കൈയുടെ ഈ ഭാഗത്ത് കാണുന്ന മസിൽ ബ്രേക്കിയാലിസും, അടുത്ത് നമ്മുടെ ലോവർ ആമിൽ വരുന്നതാണ് ബ്രേക്കിയോ റേഡിയാലിസും. ബ്രേക്കിയാലിസും ബ്രേക്കിയോ റേഡിയാലിസും. ലൊക്കേഷൻ ക്ലിയർ ആയല്ലോ. സ്പർട്ടും ഷണ്ടും. സ്പർട്ട് മുകളിലുള്ളത് ബ്രേക്കിയാലിസ്, താഴ്ഭാഗത്ത് ലോവർ ആമിൽ വരുന്നത് ഷണ്ട് മസിൽ അല്ലെങ്കിൽ ബ്രേക്കിയോ റേഡിയാലിസ്. ഇങ്ങനെ നിങ്ങൾ കോഡ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പെട്ടെന്ന് മറന്നു പോകും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിരുന്നു. ഇപ്പൊ ഗ്രേസിൽ ആന്റി റേപ്പ് മസിൽ അല്ലെങ്കിൽ മസിൽ ഓഫ് റേപ്പ് എന്നറിയപ്പെടുന്ന ഗ്രേസിലിസ് ആണ്. വൈറ്റ് മസിൽ എന്നറിയപ്പെടുന്ന എക്സ്ട്രാ ഒക്കുലർ മസിൽ. റെഡ് മസിൽ എന്നറിയുന്നത് പോസ്റ്റുറൽ മസിൽ. സ്പർട്ട് മസിൽ എന്നറിയപ്പെടുന്ന ബ്രേക്കിയാലിസ്. ഷണ്ട് മസിൽ എന്നറിയപ്പെടുന്നത് ബ്രേക്കിയോ റേഡിയാലിസ്. ക്ലിയർ അല്ലേ? ഇനി ഡാൻസേഴ്സ് മസിൽ, ടോ ഡാൻസേഴ്സ് മസിൽ, അതായത് കാലുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് പ്രത്യേകതയുള്ള മസിൽ ഏതാന്ന് ചോദിച്ചാൽ ടോ ഡാൻസേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നത് ഗാസ്ട്രോക്നിമിയസ്. ഗാസ്ട്രോക്നിമിയസ് എന്നറിയപ്പെടുന്ന മസിലാണ്. അത് എവിടെ നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട്? കാഫ് മസിൽ, കാലിന്റെ കാഫ് മസിൽസിലാണ് ഈ മസിൽ കാണുന്നത്. ടോ ഡാൻസേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നത് ഗാസ്ട്രോക്നിമിയസ് കാണുന്നത് എവിടെയാണ്? കാഫ് മസിൽസിൽ ആണ്. കാഫ് മസിൽസിലാണ് കേട്ടോ. കാഫിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്ന കാഫ് മസിൽസിനാണ് ഈ ഗാസ്ട്രോക്നിമിയസ് എന്നുള്ള മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പേരെന്താണ്? ടോ ഡാൻസേഴ്സ് മസിൽസ്. ഇനി പ്രേയേഴ്സ് മസിൽ, പ്രേയേഴ്സ് മസിൽ അല്ലെങ്കിൽ അത് ഏത് മസിലിനാണ് പ്രേയേഴ്സ് മസിൽ എന്ന് പറയുന്നത്? സ്റ്റെർണോ ക്ലീഡോമാസ്റ്റോയിഡ്. ഈസിയാണ്, നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്ത് കാണുന്ന മസിലാണ് സ്റ്റെർണോ ക്ലീഡോമാസ്റ്റോയിഡ് മസിൽ. അതിനെയാണ് പ്രേയേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നത്. ലൊക്കേഷൻ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെർണോ ക്ലീഡോമാസ്റ്റോയിഡ് നമ്മുടെ നെക്ക് റീജിയനിൽ വരുന്നത്, അതിനെയാണ് പ്രേയേഴ്സ് മസിൽ എന്ന് പറയുന്നത്. ഇനി സ്മിയറിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് സൈഗോമാറ്റിക്കസ് മസിലിനെയാണ്. അതുപോലെ തന്നെ സൈഗോമാറ്റിക്കസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, സൈഗോമാറ്റിക്കസ് മേജറും ഉണ്ട് മൈനറും ഉണ്ട്. അതിൽ സൈഗോമാറ്റിക്കസ് മേജറിനെയാണ് സ്മൈലിംഗ് മസിൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സ്മിയറിംഗ് മസിൽ എന്നറിയപ്പെടുന്ന സൈഗോമാറ്റിക്കസിനെയാണ്. അതുപോലെ സ്മൈലിംഗ് മസിൽ എന്ന് പറയുന്നതും സൈഗോമാറ്റിക്കസ് മേജറിനെ ആണ്. ഇനി ബ്ലോവിംഗ് മസിൽ എന്ന് പറയുന്നത് ഇതെല്ലാം ഫേസിലുള്ള മസിലാണ്, അതുകൊണ്ടാണ് ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത്. സൈഗോമാറ്റിക്കസ് മസിൽ എന്നറിയപ്പെടുന്നത് സ്മൈലിംഗ് മസിലാണ്, സ്മിയറിംഗ് മസിലാണ്. ഇനി ബ്ലോയിങ് മസിൽ എന്നറിയപ്പെടുന്നതാണ് ബക്കിനേറ്റർ. നമ്മുടെ ബ്ലോയിങ് മസിൽ എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ബക്കിനേറ്റർ എന്നുള്ള മസിലാണ് കേട്ടോ. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
കേട്ടോ. ഇതാണ് ബക്കിനേറ്ററിന്റെ ലൊക്കേഷൻ. അതിനെയാണ് ബ്ലോയിങ് മസിൽ എന്നറിയപ്പെടുന്നത്. ഇനി പൗട്ടിംഗ് മസിൽ എന്നറിയപ്പെടുന്നതാണ്. പൗട്ടിംഗ് മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് വരുന്നതാണ് കേട്ടോ. ഡിപ്രസർ ആംഗുലൈ ഓറിസ്. കണ്ടോ, ഡിപ്രസർ ആംഗുലൈ ഓറിസ് അതാണ് അതിന്റെ പേര്. അതിനെയാണ് എന്ത് പറയുന്നത്, പൗട്ടിംഗ് മസിൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിപ്രസർ ആംഗുലൈ ഓറിസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഗ്രീഫ് മസിൽ എന്ന് പറയും. ഓക്കെ, ഡിപ്രസർ ആംഗുലൈ ഓറിസിന് രണ്ട് പേരുണ്ട്, പൗട്ടിംഗ് മസിൽ എന്നും ഗ്രീഫ് മസിൽ എന്നും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അല്ലെ ഫേസിലുള്ള വേറൊരു മസിൽ കൂടെ ഉണ്ട്, ലാസ്റ്റ് ഉള്ളതാണ് ഗ്രിന്നിങ് മസിൽ. ഗ്രിന്നിങ് മസിൽ എന്നറിയപ്പെടുന്നത് റൈസോറിയസ് ആണ്. റൈസോറിയസ് കണ്ടോ, നമ്മുടെ ഈ ഭാഗത്ത് ഇവിടെ നിങ്ങൾ നമ്മുടെ മുഖത്ത് തന്നെ ഒരുപാട് മസിൽസ് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഈ റൈസോറിയസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന മസിലാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പേര് എന്ന് പറയുന്നത്, ഗ്രിന്നിങ് മസിൽ എന്ന് പറയുന്നത്. ഗ്രിന്നിങ് മസിൽ, സ്പെല്ലിംഗ് ഓർത്തിരിക്കുക, റൈസോറിയസ്. അപ്പൊ ഇത്രയും നമ്മുടെ ഫേസിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മസിൽസ് ഉണ്ട്. സ്നിയറിംഗ് മസിൽ, സ്മൈലിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് സൈഗോമാറ്റിക് ആണ്. പിന്നെ ബ്ലോയിങ് മസിൽ എന്നറിയപ്പെടുന്നത് ബാക്കിനേറ്റർ ആണ്. പൗട്ടിംഗ് മസിൽ അല്ലെങ്കിൽ ഗ്രീഫ് മസിൽ എന്നറിയപ്പെടുന്നത് ഡിപ്രസർ ആംഗുലൈ ഓറിസ് ആണ്. അടുത്തത് ഗ്രിന്നിങ് മസിൽ എന്നറിയപ്പെടുന്നത് റൈസോറിയസ് ആണ് കേട്ടോ. ഇനിയും ഉണ്ട്, അത് പറയാമേ അടുത്ത സ്ലൈഡിൽ പറയാം. റൈസോറിയസ് എന്ന് പറയുന്നത് ഗ്രിന്നിങ് മസിൽ. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും തിക്കസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് മസിൽ എന്നറിയപ്പെടുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടാണ്. ഇഞ്ചക്ഷൻ അല്ലെ നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ് സൈറ്റ് നമ്മൾ എപ്പോഴും ഇഞ്ചക്ഷൻ ഒക്കെ നോക്കുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിലിനെയാണ് തിക്കസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് മസിൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് ഏതാണ്, ലോങ്സ്റ്റ് ഏതാണ്, സ്മോളസ്റ്റ് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കാം. ഓർത്തിരിക്കുക, സാർട്ടോറിയസ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, സാർട്ടോറിയസ് ആണ് ലോങ്സ്റ്റ് മസിൽ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ഇടുപ്പിന്റെ ഹിപ്പിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രയും ലോങ് ആയിട്ടുള്ള മസിലാണ് സാർട്ടോറിയസ്. അതുകൊണ്ട് ലോങ്സ്റ്റ് മസിൽ എന്ന് പറയുന്നു. അടുത്തത് തിക്കസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഇനി സ്മോളസ്റ്റ് മസിൽ ഏതാ, അത് നമ്മുടെ സ്റ്റേപ്പിഡിസ് ആണ്. സ്റ്റേപ്പിഡിസ് ആണ് അല്ലെ, നമ്മുടെ സ്മോളസ്റ്റ് ബോണിനെ നമ്മുടെ മസിലുമായിട്ട് നമ്മുടെ ശരീരമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന മസിലാണ് സ്റ്റേപ്പിഡിയസ് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത് പറയാം കേട്ടോ. അപ്പൊ തിക്കസ്റ്റ് ലാർജസ്റ്റ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഇനി ഇപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ. സ്ട്രോങ്ങസ്റ്റ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതാണ്, സ്ട്രോങ്ങസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും ബലമുള്ള മസിൽ. അത് ഏതാണ്, മാസസ്റ്റർ. മാസസ്റ്റർ നമ്മൾ ഈ തൊട്ട് മുന്നേ ഉള്ള ഇതിൽ കണ്ടതാണ് നിങ്ങൾ. മാസസ്റ്റർ നമ്മുടെ ഫേസിൽ ഇവിടെ വരുന്ന മസിൽ, അതിനാണ് മാസസ്റ്റർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ. ഓക്കെ, ഇനിയുള്ളത് ഒന്നുകൂടെ ഉണ്ട് ഫേസിലുള്ള മസിൽ, കിസ്സിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് ഓർബിക്കുലാരിസ് ഓറിസ് എന്നുള്ള മസിലാണ്. കിസ്സിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് ഓർബിക്കുലാരിസ് ഓറിസ് ആണ്. ഓർബിക്കുലാരിസ് ഓറിസ് എവിടെയാണെന്ന് അറിയോ, ഫേസിലാണ്. ഇവിടെ ഈ ഭാഗത്ത് കണ്ടോ, ഓർബിക്കുലാരിസ് ഓറിസ് എന്നറിയപ്പെടുന്ന മസിൽ കിസ്സിംഗ് മസിൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഫേസിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള മസിൽസ്. ഇനി അടുത്ത് ഗാൻഡേഴ്സ് മസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്, അതായത് FPL എന്ന് ചിലർ കേട്ടിട്ടുണ്ടാകും. അതിന്റെ ഫുൾ ഫോം ഇതാണ്, ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ്. ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ് എന്നറിയപ്പെടുന്ന മസിൽ അതിന്റെ മറ്റൊരു പേരാണ് ഗാൻഡേഴ്സ് മസിൽ. അത് എവിടെയാണ് കാണുന്നത്, നമ്മുടെ കൈയുടെ ലോവർ ഫോർ ആമിൽ കാണുന്ന ഇന്നർ ആയിട്ട് അകത്തായിട്ട് കാണുന്ന മസിലാണ് ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ്. ഇവിടെ കണ്ടോ, ഈ കൈയിന്റെ ഇവിടെ കണ്ടോ, ഇതിന്റെ ഉള്ളിലായിട്ട് കാണുന്ന ഈ മസിലാണ് ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ് അല്ലെങ്കിൽ FPL എന്നറിയപ്പെടുന്നത്. അതിനെയാണ് ഗാൻഡേഴ്സ് മസിൽ എന്ന് പറയുന്നത്. ഇനി ഫോർഗോട്ടൻ എന്ന് പറയുമ്പോൾ അവിടെ മറന്നുപോയെന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെയാണ് ഇതിന്റെ അധികം പുറമെ കാണാൻ ആന്റീരിയർ പോസ്റ്റീരിയറും നമ്മൾ വ്യൂ എടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഫോർഗോട്ടൻ മസിൽ എന്ന് പറയുന്നത്. അത് ഏത് മസിലാണ്, സബ് സ്കാപ്പുലാരിസ്. അതായത് നമ്മുടെ സ്കാപ്യുലയുടെ അതേ ഷേപ്പിൽ ആ റീജിയനിൽ വരുന്നതാണ് കേട്ടോ. ആ മസിൽ ഇവിടെ കണ്ടോ ഈ പിക്ചർ, സബ് സ്കാപ്പുലാരിസ്. അതിനെയാണ് ഫോർഗോട്ടൻ മസിൽ എന്ന് പറയുന്നത്. ഇനി കീ മസിൽസ് ഏതാണ്, കീ മസിൽസിന്റെ ലൊക്കേഷൻ ആണ്. അതിന്റെ ഏത് മസിലാണ് കീ മസിൽസ് എന്ന് അറിയപ്പെടുന്നത്, പിരിഫോമിസ് കണ്ടോ, നമ്മുടെ ടെക്സിന്റെ റീജിയനിൽ നമ്മുടെ സാക്രത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള മസിലാണ് പിരിഫോമിസ്. ഓക്കെ, പിരിഫോമിസ് അതിനെയാണ് കീ മസിൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതായി. ഇനി അടുത്ത് ലോക്കിംഗ് മസിൽ ഉണ്ട്, ആന്റി ലോക്കിംഗ് മസിൽസ് ഉണ്ട്. ലോക്കിംഗ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രിസെപ്സ് ആണ്.
ക്വാഡ്രിസെപ്സ് ആണ്. പിന്നെ ആന്റി ലോക്കിംഗ് മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ പൊബ്ലിറ്റിയസ് ആണ്. പൊബ്ലിറ്റിയസ് എവിടെയാണ് കാണുന്നത്? അണ്ടർ ദ നീ, ബാക്ക് സൈഡ് ഓഫ് ദ നീയിലാണ് പൊബ്ലിറ്റിയസ് കാണുന്നത്. ക്വാഡ്രിസെപ്സ് ഏതൊക്കെയാണെന്നുള്ളത്, ക്വാഡ്രിസെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 മസിൽസ് വരുന്നുണ്ട്. അതിനെയാണ് ലോക്കിംഗ് മസിൽ എന്ന് പറയുന്നത്. ഇനി ആന്റി ലോക്കിംഗ് മസിൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ നീക്ക്, കാൽ മുട്ടിന് പിന്നിലായിട്ട് വരുന്ന മസിലാണ് പൊബ്ലിറ്റിയസ് മസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റി ലോക്കിംഗ് മസിൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി അത് രണ്ട് ലൊക്കേഷൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നോക്കിക്കോളൂ. ക്വാഡ്രിസെപ്സ് മസിൽസ് എന്ന് പറയുമ്പോൾ 4 മസിൽസ് ആണ്. പഠിക്കാൻ എളുപ്പമുണ്ട്. വാസ്റ്റസ് ഇന്റർമീഡിയസ്, വാസ്റ്റസ് ലാറ്ററാലിസ്, വാസ്റ്റസ് മീഡിയാലിസ്, ഇന്റർമീഡിയസ്, ലാറ്ററാലിസ്, മീഡിയാലിസ്, പിന്നെ റെക്ടസ് ഫെമറിസ്. ഈ 4 മസിൽസും ചേർന്ന് വരുന്നതാണ് ക്വാഡ്രിസെപ്സ് മസിൽസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് 4ഉം എവിടെയാണ് കാണുന്നത്? നമ്മുടെ കയ്യിലാണ് കാണുന്നത്. ഇനി പൊബ്ലിറ്റിയസ് മസിൽസിന്റെ ലൊക്കേഷൻ കണ്ടോ, ഇവിടെ നമ്മുടെ നീക്ക് പിന്നിലായിട്ട് കാണുന്നതാണ് പൊബ്ലിറ്റിയസ് മസിൽ. ഇത് ലോക്കിംഗ് മസിലും, ക്വാഡ്രിസെപ്സ് മസിൽസ് എന്ന് പറഞ്ഞാൽ ലോക്കിംഗ് മസിലും, പൊബ്ലിറ്റിയസ് മസിൽ എന്ന് പറയുന്നത് ആന്റി ലോക്കിംഗ് മസിലുമാണ്. ഇനി നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് മസിൽ എന്നറിയപ്പെടുന്നതാണ് സ്റ്റേപ്പിഡിയസ്. അതായത് നമ്മുടെ സ്മോളസ്റ്റ് ബോണായ സ്റ്റേപ്പിസിനെ കണക്ട് ചെയ്ത് പിടിച്ചു നിർത്തുന്ന മസിലാണ് സ്റ്റേപ്പിഡിയസ്. അതിനെയാണ് സ്മോളസ്റ്റ് മസിൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? സ്ട്രോങ്സ്റ്റ് മസിൽ എന്ന് പറയുന്നത് മാസസ്റ്റർ ആണ്, നമ്മുടെ ഫേസിലുള്ളതാണ്, ഈ ഭാഗത്തായിട്ട് വരുന്നത്. കിസ്സിംഗ് മസിൽ എന്ന് പറയുന്നത് ഓർബിക്കുലാരിസ് ഓറിസ് ആണ്, നമ്മുടെ ഈ ഭാഗത്ത് വരുന്നതാണ് കിസ്സിംഗ് മസിൽ എന്നറിയപ്പെടുന്നത്. അടുത്ത കൈയുടെ ഇവിടെ വരുന്നതാണ് ഗാഡ്സേഴ്സ് മസിൽ. പിന്നെ സ്കെപ്യുലർ റീജിയൻ വരുന്നതാണ് ഫോർഗട്ടൺ മസിൽ ആയിട്ടുള്ള സബ്സ്കാപ്പുലാരിസ്. ഈ മസിൽ എന്ന് പറയുന്നത് പിരിഫോമിസ് ആണ്. ലോക്കിംഗ് മസിൽ എന്ന് പറയുന്നത് ക്വാഡ്രിസെപ്സ് മസിൽസ് ആണ്. ആന്റി ലോക്കിംഗ് മസിൽസ് എന്ന് പറയുന്നത് പൊബ്ലിറ്റിയസ് മസിൽസ് ആണ്. സ്മോളസ്റ്റ് മസിൽ എന്ന് പറയുന്നത് സ്റ്റെപ്പിഡിയസ് ആണ്. അപ്പോൾ മസിൽസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ മസിൽസും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ വീഡിയോ കണ്ട് ഇതിനെല്ലാം ഒന്ന് എടുത്ത് വെച്ച് നന്നായിട്ട് പഠിക്കുക. ലൊക്കേഷൻ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ലൊക്കേഷൻ മനസ്സിലാക്കി പഠിക്കുക. കാരണം ഓരോ മസിൽസിന്റെ പേര് തന്നിട്ട് അത് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അതിനായിട്ട് അങ്ങനെ കൂടെ അതിന് വേണ്ടിയിട്ടാണ് പിക്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് തന്നത്. ഇത്രയും മസിൽസിന്റെ പേരും അത് ഏത് മസിൽ എന്ത് നെയിമിലാണ് അറിയപ്പെടുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ എക്സാംസിനായാലും സെൻട്രൽ ലെവൽ എക്സാംസിനായാലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്താ പറയാ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നഴ്സിംഗ് ആസ്പിറൻസ് എന്നാണ് പേര്. അപ്പൊ ഇതുപോലെ തന്നെ എയും എന്നും എയും എന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സും ബാക്കി സ്മോൾ ലെറ്റേഴ്സും ആയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക. ടെലഗ്രാമിന്റെ ഗ്രൂപ്പിൽ റിക്വസ്റ്റ് ജോയിൻ ചെയ്യുക. അതിൽ നമുക്ക് പറ്റുന്നിടത്തോളം എന്താ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടുന്നതെല്ലാം അതുവഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പരമാവധി എല്ലാവരും ജോയിൻ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ എന്താ പറയുക, വീഡിയോസിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ്സ് എഴുതുക. ഓക്കെ, ബൈ ബൈ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.